അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, വളരെ പവിത്രമായ ദിവസങ്ങളും മാസങ്ങളും നമ്മളിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുഹറം എന്ന ഹിജ്റ വർഷത്തിൻ്റെ തുടക്കവും യുദ്ധം ഹറാമാക്കപ്പെട്ട പവിത്രമായ മാസവും നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. പുതുവർഷവും ഓരോരോ നിമിഷങ്ങളും നമ്മൾക്ക് കഴിഞ്ഞു കിടക്കുന്നത് അള്ളാഹു നമ്മൾക്ക് കണക്കാക്കിയിട്ടുള്ള ആയുസ്സിൻ്റെ കണക്ക് പുസ്തകമാണ്. അത്രത്തോളം നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നിമിഷങ്ങളൊക്കെ വന്നുപോയെന്ന അപാകതകൾ, അരുതായ്മകൾ, തെറ്റുകുറ്റങ്ങളൊക്കെ റബ്ബിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാനുള്ള, റബ്ബിലേക്ക് ഓരോരോ നിമിഷങ്ങളിലും അടുക്കാനുള്ള മനസ്സും അതിന് വേണ്ടിയുള്ള പ്രവർത്തനവുമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഹറം 10 വളരെ പവിത്രമായ ഒരുപാട് സംഭവവികാസങ്ങൾക്ക് സാക്ഷിയായ ദിവസമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയെ സൃഷ്ടിച്ച ദിവസമാണ്, ആകാശത്തെ സൃഷ്ടിച്ച ദിവസമാണ്, അല്ലാഹു റിസ്ഖിനെ സൃഷ്ടിച്ച ദിവസമാണ്, ആകാശത്തിൽ നിന്ന് പേമാരിയെ സൃഷ്ടിച്ച ദിവസമാണ്, ആ പേമാരി ആദ്യമായി ഭൂമിലോകത്തിൽ വർഷിച്ച ദിവസമാണ്. അത് കാരണത്താൽ സസ്യലതാദികൾ ഉണ്ടായി, പഴവർഗ്ഗങ്ങൾ ഉണ്ടായത് മുഹറം 10-നാണ്. സ്വർഗത്തെ സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. ആദം നബി അലൈഹി സ്വലാമിനെ പടച്ചത്, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജലപ്രളയം ഉണ്ടായി ആ കപ്പൽ നങ്കൂരമിട്ടതും, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ രക്ഷപ്പെടുത്തിയതും, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ലക്ഷക്കണക്കിന് അനുയായികളും നൈൽ നദിയിൽ നിന്നും രക്ഷപ്പെട്ടതും മുഹറം 10-നാണ്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനക്ക് കാഴ്ച തിരിച്ചു കിട്ടിയതും, മകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതും, കിണറ്റിൽ നിന്ന് അദ്ദേഹത്തെ എടുത്തതും മുഹറം 10-നാണ്. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗം ഷിഫയായത് മുഹറം 10-നാണ്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ഒരുപാട് മഹത്വങ്ങൾ ലഭിച്ചത് മുഹറം 10-നാണ്. തുടങ്ങിയിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ് മുഹറം 10. അതുകൊണ്ട് തന്നെ ഈ മുഹറം 10-ന് വളരെ പവിത്രമാണ് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ. മാത്രമല്ല മുഹറം 9-നും ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ലൈൻ ബഖീതുൽ അഖാബിൽ അസൂമന്ന താസിഅ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു വിദേശത്തിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ടെൻഷനുള്ളവരുണ്ട്. അള്ളാഹു എല്ലാറ്റിലും രക്ഷപ്പെടുത്തട്ടെ. ഒരുപാട് രോഗികളുണ്ട്, അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് നമ്മോട് ബന്ധപ്പെട്ടുള്ള, സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഖബറിനെ അള്ളാഹു സ്വർഗമാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.